എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷനെ കുറിച്ചോ മറ്റുള്ള എന്ത് കാര്യങ്ങളെയും കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിലല്ലാതെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ കമൻ്റായിട്ടും കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടോ, ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻകം. പിന്നെ അതുപോലെ ഇപ്പം LD ടൈപ്പിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു ജോലി കിട്ടാൻ ഏകദേശം ആയിട്ടുണ്ട്, ഒഴിവൊക്കെ റിപ്പോർട്ടായിട്ടുണ്ട്. അഡ്വൈസ് കിട്ടുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ 27ാമത്തെ റാങ്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ അത്രയും നല്ലൊരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഠനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് തിരുത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ പഠനം മറ്റേതെങ്കിലും രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ, പിന്നെ ഏജ് എത്രയാണ്, പിന്നെ ഇപ്പോൾ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ അബോളിഷ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു ടൈപ്പിസ്റ്റ് കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ജോലി സാധ്യതയുണ്ട്, അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ് വേരിയസ് ഇനി വിളിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കുറേ അധികം ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആ എല്ലാ ഡൗട്ട്സും ഞാൻ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് പറയാനുള്ളത്, എൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിച്ചവരോട് എനിക്ക് 28 വയസ്സാണ് ഉള്ളത്. പിന്നെ ഈ LD ടൈപ്പിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 27ാമത്തെ റാങ്കാണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു ജോലിയിൽ, അതായത് ഇപ്പം പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു നവംബറോട് കൂടിയിട്ട് 2 വർഷമായി, ലിസ്റ്റ് വന്നിട്ട് 2 വർഷമായി. 2021 വിളിച്ച പോസ്റ്റാണ്. 2023 23 നവംബർ മാസത്തിലാണ് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നവംബർ ആകുമ്പോഴത്തേക്ക് 2 വർഷമാവും. അപ്പോൾ സാധാരണ ഒരു 2 വർഷമൊക്കെ ഉള്ളപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ളത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒഴിവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഫസ്റ്റ് അഡ്വൈസ് പോയത് 28 വേക്കൻസിക്കാണ് ഫസ്റ്റായിട്ട് അഡ്വൈസ് പോയത്. അപ്പോൾ അതിൽ ഇപ്പം ഒഴിവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ജോലിയിൽ കയറിയിട്ടുള്ള ആൾക്കാർ റിലീവ് ആകുമ്പോൾ വരുന്ന വേക്കൻസിയാണ്. പിന്നെ അതുപോലെ അഡ്വൈസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതിലേക്ക് അഡ്വൈസ് ആയിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ NJD വേക്കൻസി ആയിട്ടും, പിന്നെ അതുപോലെ തന്നെ റിലീവ് ആവുന്ന ആൾക്കാരുടെ ഫ്രഷ് വേക്കൻസിയും വരുന്നത് വഴിയാണ് ഇപ്പോൾ ഫില്ലിങ് നടക്കുന്നത്. ഫസ്റ്റ് 28 വേക്കൻസി ഉണ്ടായിരുന്നു. 28 വേക്കൻസിക്ക് ആദ്യം അഡ്വൈസ് പോയി. അതിനുശേഷം അതായത് ഇതിപ്പോൾ ബോർഡാണ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അപ്പോൾ ബോർഡിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല പോസ്റ്റ്, മികച്ച പോസ്റ്റ് അവർക്ക് കിട്ടുവാണെങ്കിൽ അവർ മാറിപ്പോകും. അങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ടുണ്ട്. +2 ലെവൽ പോസ്റ്റായിരുന്നു ഇത്, അതായത് +2 ക്വാളിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇനി നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഒഴിവ് കുറേ ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കൂടുതൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം 42 അഡ്വൈസ് പോയിട്ടുണ്ട് ഈ പോസ്റ്റിന് 2 വർഷത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇനി ഇത്രത്തോളം അഡ്വൈസ് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം അഡ്വൈസ് പോവില്ല. ഇനി പുതിയ വേക്കൻസീസ്, അതായത് പുതിയതായിട്ട് വേക്കൻസീസ് ഒന്നും തന്നെ വരില്ല. ആരെങ്കിലുമൊക്കെ റിലീവ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വേക്കൻസി ഉണ്ടാവും. പിന്നെ അഡ്വൈസ് ചെയ്തവരിൽ അവരത് ജോയിൻ ചെയ്തില്ലെങ്കിൽ അങ്ങനെ വേക്കൻസി വരും. ഓക്കെ, എങ്ങനെയാണെങ്കിലും ഒരു 10-15 വേക്കൻസിയൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ ഏകദേശം വരാനായിട്ടുണ്ട്, ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സാം നടക്കുന്നത് 2022 തോന്നുന്നു. 2022 ഈ എക്സാം നടക്കുന്നത്. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അമ്മയാവാൻ പോകുന്ന ആ ഒരു സമയമാണ്. നമുക്ക് ഇനി ഒരു കുട്ടിയായി കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ പഠിക്കാൻ നമ്മൾ വിചാരിച്ചതുപോലെ പറ്റില്ല. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി, അതായത് ഞാൻ പഠനം തുടർന്നുകൊണ്ടിരുന്നു, പക്ഷെ അതുവരെയായിട്ട് എനിക്ക് ഈ ലിസ്റ്റുകളിലേക്കോ മറ്റൊന്നും കയറാൻ പറ്റിക്കൊണ്ടിരുന്നില്ല. ആ ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ അധികം പണിയെടുക്കാൻ പറ്റാത്തൊരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം റെസ്റ്റ് കിട്ടിയിരുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, പഠനത്തിന് വേണ്ടിയിട്ട് തന്നെ മാറ്റിവെച്ചു. അപ്പോൾ എനിക്കറിയാം, നമ്മളിപ്പോൾ ഒരു
അമ്മയായി കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്താൻ പറ്റില്ല, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് പഠിച്ചു. പക്ഷെ ആ ഒരു പഠനത്തിനനുസരിച്ചിട്ടുള്ള റാങ്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. 27ാമത്തെ റാങ്കാണ് കിട്ടിയത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലേറ്റായി എന്ന് പറയാനില്ല, ലേറ്റ് ആയാലും ജോലി കിട്ടും. ആ ഒരു റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് എൻ്റെ മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ മിസ്റ്റേക്കൊന്നും വന്നിട്ടില്ല. പഠനത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. നമുക്ക് ഈ സബ്ജക്റ്റ് മനസ്സിലാവാത്തതും ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് വഴിയാണ് അതൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പം ഞാൻ ജോലി വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എഴുതിയ എക്സാമിൽ ഈ എക്സാമാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ പ്രൊഫൈലിൽ നമുക്ക് മാർക്ക് അവൈലബിൾ ആയിരുന്നില്ല, ഇതിൻ്റെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അറിയില്ല. 70 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലാതെ 27ാമത്തെ റാങ്ക് എത്തില്ലല്ലോ. കറക്റ്റ് മാർക്കൊന്നും ഓർമ്മയില്ല. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ കറക്റ്റ് മാർക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ നന്നായിട്ട് പഠിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു, നല്ലൊരു റാങ്കിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് ഇങ്ങനെയാണ്, അതായത് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒഴിവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെയുള്ള ഡൗട്ട് ഇനി അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ OMRൻ്റെ ബബ്ലിങ് ഒരാൾ ചോദിച്ചിരുന്നു. അതായത് നമ്മൾ ചിലർ ഈ OMR കറക്റ്റായിട്ട് ബബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് റീഡ് ആവില്ല, അല്ലെങ്കിൽ അത് ആൻസർ കറക്റ്റായിട്ട് വരില്ല എന്ന് വിചാരിച്ചിട്ട് വൃത്തിയിൽ കറുപ്പിക്കാൻ നിൽക്കും. അതായത് മുഴുവനായിട്ട് ഫില്ലാവുന്ന രീതിയിൽ ഭംഗിയിൽ കറുപ്പിക്കാൻ നിൽക്കുമ്പോൾ കുറേ സമയം പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ OMR ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ റൗണ്ട് ഉണ്ടല്ലോ, റൗണ്ട് ആദ്യം ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, കറുപ്പിച്ച് പോവുക. ഫുള്ളായിട്ട് കറുപ്പിക്കാൻ മാക്സിമം നോക്കുക. പിന്നെ നടുക്ക് നന്നായിട്ട് കറുപ്പിക്കുക. പിന്നെ ആ പേപ്പർ കീറിപ്പോകുന്ന രീതിയിൽ കറുപ്പിക്കരുത്, ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. പുറത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ OMR കറുപ്പിക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ പാടില്ല. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ ആ ഔട്ട്ലൈൻ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് വരച്ചിട്ട് ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, OMR കറുപ്പിച്ചിട്ട് പോവാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്, OMR ചെയ്യേണ്ടത്. പലരും പല മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പുറത്തേക്ക് എങ്ങനെയാകുമ്പോൾ ഇങ്ങനെ കറുപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് അധികം പോവില്ല. പിന്നെ അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മുന്നേ NCLC അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് എത്രയാണ് അതായത് എത്ര കാലാവധിയാണ് ഉള്ളതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച്, അതായത് എത്ര കാലാവധി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിന് മുന്നേ ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് ടൈം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിക്കാൻ കുറച്ചധികം ടൈം എടുക്കും. എന്തായാലും ആ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങളത് എടുത്തു വെക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഇനി ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ, അതായത് ടൈപ്പിസ്റ്റ് കോഴ്സ് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആദ്യം തന്നെ, അതായത് പഠിച്ച ആ ഒരു ഇറങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ കയറാൻ പറ്റും, അത്രത്തോളം നല്ലതാണ്. പിന്നെ ഈ പോസ്റ്റുകൾ അബോളിഷ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത് അബോളിഷ് ചെയ്യുന്നില്ല. ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ആവശ്യമുള്ള പോസ്റ്റുകൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇപ്പം ഞാൻ കയറാൻ പോകുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതിലൊന്നും ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ എടുത്ത് കളഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ പേപ്പർ വർക്ക്സ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ആവശ്യമുണ്ട്, അതിൽ നമുക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ എടുത്ത് കളയുകയൊന്നുമില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബാധകമല്ല. എന്നാലും ഇപ്പോൾ വേക്കൻസി കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അടുത്ത ടൈപ്പിസ്റ്റ് പോസ്റ്റ്, അതായത് ടൈപ്പിസ്റ്റ് വേരിയസ് വിളിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, വേക്കൻസികൾ കുറഞ്ഞു വരികയാണ്, വർഷാവർഷം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരാൾ അവിടെ ഉദ്യോഗസ്ഥനായിട്ടുണ്ടെങ്കിൽ അയാൾ റിട്ടയർമെൻറ്റോട് കൂടിയിട്ട് ആ പോസ്റ്റ് ഇല്ലാതാക്കും.
ഇല്ലെങ്കിൽ പിന്നെ ഇനി വരാനുള്ളത് ഇനി വരിക എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ പോസ്റ്റിൻ്റെ പേര് മാറ്റിയിട്ടായിരിക്കും വരുന്നത്. ഇത് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇത്രയും കാലമായിട്ട് അത് നടപ്പിലാക്കിയില്ല. പക്ഷെ ഇപ്പോഴാണ് അത് സത്യത്തിൽ നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക, എത്രയും പെട്ടെന്ന് ജോലി കയറാം. എന്തായാലും ഒരു 4-5 വർഷത്തിൻ്റെ ഉള്ളിൽ വാങ്ങുന്നതായിരിക്കും സേഫ്. പിന്നെയും ഉണ്ടാവും, പക്ഷെ അത് വേക്കൻസി വളരെ കുറവായിരിക്കും. നമുക്കത് എന്താ പറയട്ടെ, കട്ട് ഓഫ് കടന്ന് ആ ഒരു മാർക്ക് നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഇപ്പോൾ എക്സാം ഉണ്ട്, അതിൻ്റെ വേക്കൻസിയൊക്കെ എങ്ങനെയായിരിക്കും, OMRൻ്റെ കട്ട് ഓഫ് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വേക്കൻസീസ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും ആണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് വേക്കൻസീസ് വരുത്തേണ്ടി വരും. അതായത് കൂടുതൽ വേക്കൻസീസ് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യിക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു 55 മുതൽ 65 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ കൂടുതൽ പോകാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഡിസ്ട്രിക്റ്റ് വൈസ് നോട്ടിഫിക്കേഷനാണ്, ആൾക്കാരുടെ എണ്ണം കുറവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിന് OMR എക്സാമിൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല. അത് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അതിനുശേഷം വരുന്ന ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മതി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എത്രത്തോളം നെഗറ്റീവ് നിങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളും അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടിട്ട് പോവാം. പിന്നെ കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റിൻ്റെ സാലറി എത്രയായിരിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് കറക്റ്റ് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഓരോ ഇതിൻ്റെയും കമ്പനീൻ്റെയും കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയും അവരുടെ റൂൾ അനുസരിച്ചിട്ടാണ് പിന്നെ ഇത് സാലറിയൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ LD ടൈപ്പിസ്റ്റിൻ്റെ പ്രൊമോഷൻ സാധ്യത എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ജോലി കയറി കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതിൻ്റെ സാധ്യത എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ ഇതിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൽ പ്രൊമോഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൽ പ്രൊമോഷൻ എക്സാമുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നിലവിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കയറാൻ പോകുന്ന കമ്പനിയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റിന് പ്രൊമോഷൻ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് ഉണ്ടാവും, പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം അറിയില്ല, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഏജ് എന്ന് പറയുന്നത് 28 വയസ്സാണ് ഞാൻ പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഇൻകം എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അത് എന്ന് പറയുമ്പോൾ ഇൻകം കിട്ടിയിട്ടുണ്ട്, 3 പ്രാവശ്യമായിട്ട് എനിക്ക് ഇതിൽ നിന്നും വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2020 20 മെയ്യിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 1 വർഷം ഏകദേശം കഴിഞ്ഞു, 1 വർഷം എടുക്കേണ്ടി വന്നില്ല, അതിന് മുന്നേ ആയിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയത് എനിക്ക് 2023 ഫെബ്രുവരിയിലാണ്. ആ സമയത്ത് അപ്പോൾ ഒരു ഡോളറിന് ഏകദേശം ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് 70 മുതൽ 80 വരെയൊക്കെ വരാറുണ്ട്. അത് ഓരോ സമയത്ത്, അതായത് നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടുന്ന ആ സമയത്ത് ഉള്ള കാൽക്കുലേഷനാണ് വരുന്നത്. പിന്നെ ചെറിയൊരു കട്ടിങ്സ് ഉണ്ടാവും, എന്താ വെച്ചാൽ അവർ ഈ ഇത് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ഇതുണ്ടാവും, കട്ടിങ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിൽ എനിക്ക് കിട്ടിയത് $106 പേയ്മെൻറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡോളറിന് ആ ഒരു സമയത്ത് കൊറോണേൻ്റെ ടൈമൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയപ്പം അത്രത്തോളം പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതായത് കൂടുതൽ ഡോളേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഏകദേശം $100, അതിൻ്റെ ഒരു $110 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത്. 3 പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയത് ഫെബ്രുവരി 2023 $106 അന്ന് എനിക്ക് കിട്ടിയത്. അതിൻ്റെ പേയ്മെൻറ്റാണ് കിട്ടിയത്. എത്രയാണെന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അടുത്തത് കിട്ടിയത് സെപ്റ്റംബർ 2023 അത് $134 എനിക്ക് കിട്ടിയത്. അതിൻ്റെ പേയ്മെൻറ്റാണ് കിട്ടിയത്. പിന്നെ കിട്ടിയത് ലാസ്റ്റായിട്ട് കിട്ടിയത് ഡിസംബർ 2024 അത് $150 പേയ്മെൻറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയും ഡോളേഴ്സിന്, അതായത് ഏകദേശം $340 അടുത്ത് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് മൊത്തം ടോട്ടൽ. അതിൽ കൂടുതൽ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടിയത് ഡിസംബർ 2024 പിന്നെ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും പിന്നെ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറേ അധികം ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും തന്നെ സമയം കിട്ടിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളത്
യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. മെയിനായിട്ട് PSC LD ടൈപ്പിസ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾക്കാണ്. അപ്പം അതിൻ്റെ എക്സാം വരുന്ന സമയത്ത് മാത്രമേ വ്യൂസ് കിട്ടുകയുള്ളൂ. പിന്നെ 1000 വ്യൂസിന് എത്ര രൂപ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നവരോട് ഒന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും കിട്ടില്ല. ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊക്കെ ഡെവലപ്മെൻ്റ് ആയപ്പോൾ പിന്നെ പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പെയ്ഡ് കോഴ്സിന് ആദ്യമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് 1000 രൂപയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. അതായത് മുഴുവൻ സബ്ജക്റ്റുകൾക്കും 1000 രൂപയൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പം റേറ്റ് കുറച്ച് കൊടുക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ കൂടുതൽ സ്റ്റുഡൻസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് മാറ്റാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പെയ്ഡ് കോഴ്സിൽ നിന്നും കിട്ടുന്ന വരുമാനം റീചാർജ് ചെയ്യാനും പിന്നെ ബാക്കിയുള്ള എക്സാം എഴുതാനും ഗൈഡ് വാങ്ങാനൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏകദേശം ഒരു എല്ലാ പ്രാവശ്യവും ഒരു 7000 8000 ആ ഒരു റേഞ്ച് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. 10000ൻ്റെ മുകളിലൊന്നും എന്തായാലും പോയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 20 25,000 30,000ത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും. 30,000 ഇല്ല, 25 27,000 രൂപ വരെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇത്രയും വരുമാനമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അതായത് ഞാനിപ്പം ഹോസ്പിറ്റലിലാണ് അഡ്വൈസ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാലാവധി എത്രയാണ്, അതുപോലെ തന്നെ അത് എവിടെ നിന്ന് കിട്ടും, പിന്നെ അത് മുന്നേ എടുത്തു വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ജോയിനിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അറിയാത്തത് കൊണ്ടാണ്, അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ ഇത് അബോളിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഈ കോഴ്സ് നടത്തുന്ന ഈ ഒരു സമയത്ത് ഇതുപോലെ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ അബോളിഷ് ചെയ്യുന്നത് വളരെയധികം കഷ്ടമുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇത്രയും കാലം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും കാലം ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ എടുത്തു കളയാതിരുന്നത് പ്രതിഷേധം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ പ്രതിഷേധവും കൂടുതൽ ആൾക്കാരും ഇതിൻ്റെ പുറകെ നടന്നതുകൊണ്ടും മാത്രമാണ് ഇത്രയും കാലമായിട്ടും ഈ പോസ്റ്റുകൾ നിലനിൽക്കുന്നത്. ചിലരിപ്പം ലോവർ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആൾക്കാരുണ്ട്, അവർ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഒക്ടോബർ 22-ാം തീയതി നമുക്ക് എക്സാം ഉണ്ട്. എക്സാമിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രത്തോളം മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുക. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഇത് വിട്ടിട്ട്, മൈൻഡിൽ നിന്ന് വിട്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് കുറച്ച് മാക്സിമം മാർക്ക് വാങ്ങാൻ പറ്റുമോ ആ മാർക്ക് വാങ്ങുക. നല്ലൊരു ജോലി തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച ജോലി തന്നെ കിട്ടട്ടെ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് എന്തായാലും ജോലി കിട്ടില്ല. എന്നാലും ആ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്ക് വാങ്ങിക്കഴിഞ്ഞാൽ ലേറ്റ് ആയാലും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ. പിന്നെ എന്ന് പറയാൻ ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കാതെ പോയിട്ട് എക്സാം എഴുതിയിട്ട് വരിക. ഓക്കെ. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനൊക്കെ എന്തായാലും ഒരു 55 60 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള പോസ്റ്റുകൾക്ക്, അതായത് ഒഴിവ് കുറവുള്ള പോസ്റ്റുകൾക്ക് 75-80 കട്ട് ഓഫ് പോകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക. മാക്സിമം നിങ്ങൾ എഴുതുന്ന എല്ലാ പോസ്റ്റുകളിലും എന്ത് ചെയ്യുക, ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. എന്നാൽ മാത്രമേ ഇപ്പോൾ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ അഡ്വൈസ് ആയി എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ആ ജോലി ജോയിൻ ചെയ്തു. പക്ഷെ അതിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം മാക്സിമം കൂടുതൽ ലിസ്റ്റുകളിലേക്ക് എത്തിപ്പെടാൻ നോക്കുക. ഓക്കെ. പിന്നെ ഞാനിപ്പം ഇതുപോലെ ലിസ്റ്റിൽ കയറി അല്ലെങ്കിൽ ജോലി കയറി, അപ്പോൾ ഏതെങ്കിലും ലിസ്റ്റുകളിൽ ഉണ്ടെങ്കിൽ ഡിലീഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തരും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാത്തിനും ഡിലീഷൻ കൊടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒന്നാമത് കയറുന്നത് പ്രൊമോഷൻ ഇല്ലാത്തൊരു പോസ്റ്റിലാണ് ഇപ്പം നിലവിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ നോക്കിയിട്ടൊക്കെ നമുക്ക് ഡിലീഷനും മറ്റുള്ള കാര്യങ്ങളും തരാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളും ഇതുപോലെ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പം ഒരിക്കലും നമുക്ക് ഈ ബോർഡ് തന്നെ എപ്പോഴും പിടിച്ച് ഇരിക്കാൻ പറ്റില്ല. നല്ലൊരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. എന്തെങ്കിലും കാരണവശാൽ വേറെ ലിസ്റ്റുകളിലൊന്നും കയറാൻ പറ്റിയില്ല, നല്ലൊരു റാങ്ക് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്.
എന്താ വെച്ചാൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ജോലി കയറി അപ്പം മറ്റ് ലിസ്റ്റുകളിലേക്ക് വരുന്നതും പിന്നെ നമ്മളിപ്പോൾ എക്സാം ഒക്ടോബറത്തെ എക്സാം ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെയും എന്തിനാണ് എക്സാം എഴുതുന്നത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു പോസ്റ്റ് നമ്മൾ ആഗ്രഹിച്ചു കയറി, പക്ഷെ അതിൽ കരിയർ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നത് അത്രത്തോളം സേഫ് അല്ല. അതുകൊണ്ട് നല്ല പോസ്റ്റ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് പോസ്റ്റാണ്, ഡിസ്ട്രിക്റ്റ് വൈസ് അല്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തം ജില്ലയിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാലറി കുറവാണെങ്കിലും അത് കയറുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം ബോർഡാണ്, പിന്നെ അത് ഗവൺമെൻറ്റിന് തന്നെ, അതായത് ഇതല്ലാതെ ബോർഡല്ലാത്ത നല്ലൊരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറണം എന്ന് ആഗ്രഹമുണ്ട്. അത് പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കും, അതിനുശേഷം മാറാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക, റിപ്ലൈ ഇടുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.